നമസ്കാരം. അലകടലായി കത്തോലിക്ക കോൺഗ്രസ് മഹാറാലി പാലക്കാട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ അന്തർദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് പാലക്കാട് കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച സാമുദായിക ശാക്തീകരണ റാലി പാലക്കാടിന് ചരിത്ര മുഹൂർത്തമായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ നിന്നുമുള്ള രൂപതകളിലെ ആയിരക്കണക്കിന് ആളുകൾ സമുദായ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ പാലക്കാട്ടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തകൻ KP ലോറൻസിൻ്റെ നാമധേയത്തിലുള്ള KP ലോറൻസ് സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രൗഢഗംഭീരമായ ജാഥ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിലും രൂപത ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിലും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലി SBI ജംഗ്ഷൻ വഴി KSRTC ബസ് സ്റ്റേഷന് മുന്നിലൂടെ ചക്കാന്തറ മാർ ജോസഫ് ഇരുമ്പൻ നഗറിൽ എത്തിച്ചേർന്നു. ജാഥയുടെ മുൻനിര സമ്മേളന നഗരിയിൽ എത്തിയിട്ടും കോട്ടമൈതാനത്തെ ജനക്കൂട്ടം അവസാനിച്ചില്ലെന്നത് ജാഥയുടെ ജനബാഹുല്യം വ്യക്തമാക്കുന്നതായിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടും കർഷക പ്രശ്നങ്ങളും വന്യമൃഗ ആക്രമണവും ലഹരി വിരുദ്ധയുമെല്ലാം മുദ്രാവാക്യങ്ങളായി. പാലക്കാട് 2 ദിവസങ്ങളിലായി പാലക്കാട് നടന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ അന്തർദേശീയ സമ്മേളനം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പ്രകടമായ താക്കീതാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒറ്റയ്ക്കല്ല, രാഷ്ട്രീയ, സാമൂഹിക, കാർഷിക വിഷയങ്ങളിൽ സമൂഹം ഒറ്റക്കെട്ടാണെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അന്തർദേശീയ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ സമാപനം കുറിച്ച് 10,000 ഒഴുകിയെത്തിയത് ബിഷപ്പുമാരും വൈദികരും പറഞ്ഞാൽ ആരും കേൾക്കും എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണെന്നും മാർ പമ്പ്ലാനി പറഞ്ഞു. സഭയുടെ രാഷ്ട്രീയം അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമാണെന്നും ഒരു രൂപതയുടെ സമൂഹത്തിൻ്റെ ജീവൽ പ്രശ്നം സമുദായത്തിൻ്റെ മൊത്തം പ്രശ്നമായി കണക്കാക്കുമെന്നും സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവേകമുള്ള ജനതയാണ് ക്രിസ്തീയ സമൂഹമെന്നും അവർ ഒരു കാലത്തും ആരുടെയും അടിമയല്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ബിഷപ്പ് എമിരിസ്റ്റൻസ് മാർ ജേക്കബ് മാനത്തോട് ജന്മദിന സന്ദേശം നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഇനിയും ബഹുദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് സന്ദേശത്തിൽ മാർ മാനത്തോടത്ത് ഓർമ്മിപ്പിച്ചു. രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, AKCC ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി J ഒഴുകിയിൽ, രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റിൻ, രൂപത ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ, ഫാദർ സജീവ വട്ടകളത്തിൽ, ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ബിജു പറയനിലം, VV അഗസ്റ്റിൻ, ഫാദർ അരുൺ കലമറ്റത്തിൽ, സണ്ണി മാത്യു നെടുമ്പുറം, ബീന തകരപ്പള്ളിൽ, അഭിലാഷ് പുന്നാന്തടത്തിൽ എന്നിവർ പ്രസംഗിച്ച്. രൂപത ജനറൽ സെക്രട്ടറി ജിജോ അറയ്ക്കൽ നന്ദി പറഞ്ഞു. അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ രാഷ്ട്രീയ പ്രമേയവും തോമസ് ആൻ്റണി സാമൂഹ്യ നീതി പ്രമേയവും അവതരിപ്പിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഫ്രാൻസ്, ഓസ്ട്രേലിയ, UK, അയർലൻഡ്, അമേരിക്ക, ഇറ്റലി, മറ്റു ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രവർത്തകരും സമ്മേളനത്തിൻ്റെ ഭാഗമായി. അടുത്ത അന്തർദേശീയ സമ്മേളനത്തിന് തലശ്ശേരി അതിരൂപത വേദിയായി.
ക്രൈസ്തവർക്ക് വേണ്ടി ഒരു രൂപത അവിടെ സംജാതമാവുകയുണ്ടായി. ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മദിന സമ്മേളനവും അതുപോലെ തന്നെ അന്തർദേശീയ സമ്മേളനവും ഇവിടെ വളരെ ഗംഭീരമായിട്ട് ഈ സെന്റ് റാഫേൽസ് കത്തീഡ്രൽ നഗറിൽ മാർ ജോസഫ് ഇരുമ്പൻ നഗറിൽ ഇവിടെ ആയിരിക്കുമ്പോൾ മോൺസിഞ്ഞോർ ജിജോ ചക്കാലക്കൽ, അഡ്വക്കേറ്റ് ബിജു പറയുന്നലം, ശ്രീ വി അഗസ്റ്റിൻ, എം ജേക്കബ് മുണ്ടയ്ക്കൽ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖരായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, സമുദായത്തിന്റെയും സഭയുടെയും നേതാക്കന്മാരെ, 107 വർഷത്തെ അഭിമാനാർഹമായ ചരിത്രം പേറിക്കൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ വാർഷിക സമ്മേളനം പാലക്കാട് ചേരുന്നത്. ഈ 107 വർഷവും സഭാ സേവനത്തിന്റെയും സമുദായ സേവനത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി അധികാര കേന്ദ്രങ്ങളിൽ അതിശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയായിരുന്നു. ആ പരിശ്രമം ഇന്നും തുടരുകയാണ്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഈ സമുദായത്തെയും ഈ സമുദായം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെയും അവഗണിക്കുമ്പോൾ അവയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മൾ ശബ്ദമുയർത്തുകയും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ നിലപാടുകൾ എടുക്കുകയും ചെയ്തു. ഈ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം പൂർത്തിയാകുന്ന ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളും നാം നേരിടുന്ന പ്രതിസന്ധികളും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ പ്രതിസന്ധികളെ നാം നേരിടുകയും ചെയ്യേണ്ടി വരുന്നു. ഈ ഘട്ടത്തിൽ ഒരു സമുദായം എന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ 2000 വർഷത്തിന്റെ വിശ്വാസ പാരമ്പര്യം നമ്മൾ പേർന്നുണ്ട്. ഇനിയും ഒരു 2000 വർഷത്തിന്റെ ഭാവിയെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഒരു സമൂഹമായി ഒരു ജനതയായി ഒന്നിച്ചു മുന്നേറണം. നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നം ഇങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് നടന്നു? കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരും അഭിമന്യ പിതാക്കന്മാരും നിസ്സംശയം കേരള പൊതുസമൂഹത്തോട് ഇവിടുത്തെ പാർട്ടികളോട് പറഞ്ഞു, ഞങ്ങൾ ആരുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കത്തോലിക്ക സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ചാൽ തിക്തഫലങ്ങൾ നിങ്ങൾ വരും തിരഞ്ഞെടുപ്പുകളിൽ അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. രാഷ്ട്രീയമായ ശക്തിയായി നമ്മൾ വളരുമെന്നത് നമ്മുടെ തീരുമാനമാണ്. ആരുടെയും മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുവാനോ കരഞ്ഞ് കാലുപിടിക്കുവാനോ ഈ സമുദായം ഇനി മിനക്കെടില്ല. ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, പിതാവ് സംസാരിക്കുന്നത് നമ്മൾ പാലക്കാടിന്റെ മനോഹാരിത മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സമുദായത്തിന്റെ, കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ സമുദായ സംഘടനയുടെ 107ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ജനത്തിന്റെ മംഗളങ്ങൾ പൂർവ്വം കത്തോലിക്ക കോൺഗ്രസിന്റെ സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്ന ലക്ഷ്യവുമായി Well,